ഹലോ. ഡൊണാൾഡ് ട്രംപ് ഉണ്ടെങ്കിൽ നമ്മൾ ജിയോ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ കാണുന്ന ആൾക്കാർക്കൊന്നും ഒരു ദിവസം പോലും ഡള്ളല്ല. കാരണം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ വളരെ ഞെട്ടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പുറത്തുവിടും. അപ്പോൾ ഈ അടുത്ത് ഏറ്റവും ഇന്ത്യ ഞെട്ടിക്കുന്നതായിട്ട് വന്ന ഒരു കാര്യമാണ്, ഞെട്ടിക്കുന്നതല്ല, നമ്മളെവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്, H1B വിസാസ്. H1B വിസകളുടെ മുകളിൽ ഫീസ് വളരെ വലിയ തോതിൽ കൂട്ടി. ഏകദേശം $1,00,000 അടുത്ത് ഉണ്ട് എന്നാണ് നമുക്കറിയുന്നത്. കൈൻഡ് ഓഫ് അത്രയും തന്നെ വരും അത് ഫുള്ളായിട്ട് റോൾ ഔട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിയും, ഇന്ത്യൻ കമ്പനികളെ വളരെയധികം ബാധിക്കും. കാരണം ഇന്ത്യൻ IT സെക്ടറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അമേരിക്കയിലോട്ടുള്ള സർവീസ് എക്സ്പോർട്ടിലാണ് വളരെയധികം അത് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ US-ഉമായിട്ടുള്ള ട്രേഡിൻ്റെ വലിയൊരു സിംഹഭാഗം തന്നെ നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ് അയക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവിടുന്നുള്ള ലേബർ ക്യാപിറ്റൽ, ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ, ലേബർ ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, IT ആകുമ്പോൾ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ, കാരണം നമ്മൾ വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് റോൾസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവിടുന്ന് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇവിടെയുള്ള IT ഫേംസ്, അവിടെയുള്ള ക്ലയൻസിൻ്റെ നിന്ന് കോൺട്രാക്ട് എടുത്ത് വർക്ക് എടുക്കുന്നത്. സോ ഇതിനെല്ലാം പല പല രീതിയിൽ ബാധിക്കും. ഏറ്റവും അവസാനം ഇന്ത്യയുടെ ഫോറക്സ് റിസർവിനെ തന്നെ ബാധിക്കുന്ന രീതിയിലും ഇന്ത്യൻ റുപ്പിയെ ബാധിക്കുന്ന രീതിയിലും ഇതിൻ്റെ ട്രിക്കിൾ ഡൗൺ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തൊരു എഫക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ അൺറിലേറ്റഡ് ആയിട്ട് നമുക്ക് കണ്ണ് പെട്ടെന്ന് എത്തിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ എഫക്റ്റ് വരുന്ന പോലെ ഉണ്ടാവും. സോ വളരെ പ്രഥമ ദൃഷ്ട്യാ ഒരു പ്രശ്നമായി തോന്നുന്ന ഒരു സംഭവമാണ് ഇതെങ്കിലും ഇതിൻ്റെ ഒരു ചില പോസിറ്റീവ് ആസ്പെക്റ്റ്, ഒരു ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സ്, ഇന്ത്യൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു കേന്ദ്രത്തിൽ ഇന്ത്യയുടെ ഒരു സ്പേസ്, ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു ആളെന്ന നിലയ്ക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുറച്ച് സിനാരിയോസും H1B എന്നത് എങ്ങനെയാണ് അമേരിക്കയുടെ ആവനാഴിയിലെ ഒരു വജ്രായുധമാവുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് 1980s പോകേണ്ടി വരും. 80s ചൈന ഒരു ഗ്ലിച്ച് പറ്റിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 80s ചൈനയിലോട്ട് പോകണം. 80s ചൈന എന്ന് വരുമ്പോൾ അവിടുത്തെ പ്രമുഖ ലീഡർ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ ഡെങ് ഷ്യോപോങ് ആയിരുന്നു. അപ്പോൾ 1991 എങ്ങനെയാണ് നമ്മൾ PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലും ശ്രീ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലും ലിബറലൈസേഷൻ തുടങ്ങിയത്, അതുപോലെ ചൈന ഒരു ഓപ്പണിംഗ് അപ്പ് എക്കണോമി ആവാൻ തുടങ്ങിയത്. അവരുടെ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസികളൊക്കെ അവർ നിർത്തിയതിന് ശേഷം ഒരു ഓപ്പണിംഗ് അപ്പ് എക്കണോമി ആകാൻ തുടങ്ങിയത് 1978 ഓൺവേർഡ്സ് തൊട്ടാണ്, റിഫോമിംഗ് ആൻഡ് ഓപ്പണിംഗ്. അപ്പോൾ അത് ഡെങ് ഷ്യോപോങ്ങിൻ്റെ നേതൃത്വത്തിലാണ് അത് തുടങ്ങിയത്. ഒരു മാനുഫാക്ചറിങ് പവർ ഹൗസ് ആക്കുക ചൈനയെ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പദ്ധതിയാണത്. ആ സമയത്ത് നമുക്കറിയാം, ശീതയുദ്ധം, USSRും അമേരിക്കയും തമ്മിൽ കോൾഡ് വാർ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ചൈന ഒരു എമേർജിങ് പവർ എന്ന രീതിക്ക് വരുന്നുള്ളൂ. ഒരു മൾട്ടിപോളാർ വേൾഡിലെ ഒരു പോളായിട്ടോ അല്ലെങ്കിൽ ഒരു കേന്ദ്രീക ബിന്ദുവായിട്ടോ ഒന്നും ചൈന അന്ന് ഡെവലപ്പ് ആയിട്ടില്ല. ചൈന അന്ന് ഇറ്റ് വാസ് എമർജിങ്. സോ അമേരിക്കയ്ക്ക് ഒരുപാട് ലേബർ ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്, ഒരുപാട് ഹാർഡ് ഇൻഡസ്ട്രി ബിസിനസ് എക്സ്പാൻഷൻ്റെ ആവശ്യമുണ്ട്. ഇതൊന്നും അമേരിക്കൻ മെയിൻലാൻഡിൽ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രോത്തിൻ്റെ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലെവൽ അവിടെ എത്തിയിരിക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ പുറത്തോട്ട് കടക്കണം. ദേ ഹാഡ് ടു ലുക്ക് ഈസ്റ്റ് എന്ന പോളിസി അവർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഡെങ് ഷ്യോപോങ് ഇങ്ങനെ ചൈനയുടെ എക്കണോമി ഓപ്പൺ അപ്പ് ആവാനായിട്ട് ശ്രമിച്ചത്. സോ ഇതും അമേരിക്കയ്ക്ക് വളരെ അനുകൂലമായൊരു സമയമായിട്ട് വന്നെന്ന് പറഞ്ഞാൽ, സോ 80s എൻഡിൽ 90s തുടക്കത്തിൽ 1991 സോവിയറ്റ് യൂണിയൻ്റെ അധപതനം, സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആകുന്ന സമയത്ത് കോൾഡ് വാറിൻ്റെ എൻഡും അതോടുകൂടി വന്നു. അതോടുകൂടി ഒരു ഫ്രീ ഹാൻഡായി അമേരിക്കയ്ക്ക്. ചൈന എന്ന് പറയുന്നത് വളരെയധികം ലേബർ ക്യാപിറ്റലുള്ള, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത, എന്നാൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അല്ല, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഒരു സർക്കാരിൻ്റെ പോളിസി അവരവിടെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ, അതിനൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരുപാട് വിഘാതങ്ങളോ ഒന്നും പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ചൈന വളരെ വലിയൊരു മാനുഫാക്ചറിങ് ഹബ്ബായി മാറി. വളരെ ഹാർഡ് ഇൻഡസ്ട്രി, ചെറിയ സ്ക്രൂ തൊട്ട് വലിയ റോക്കറ്റിൻ്റെ റോ മെറ്റീരിയൽസ് വരെ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിലോട്ട് വളർന്നു വരുന്നൊരു കാലഘട്ടമാണിത്. ഇതേ സമയം നമുക്ക് ഇന്ത്യയിലോട്ട് വരാം. 1990s തുടക്കത്തിൽ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. 89-ലും
80കളുടെ അവസാനത്തിലും രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞ വളരെ വലിയൊരു ക്രൈസിസ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഫോറിൻ റിസർവ് വളരെ മോശമായ രീതിയിൽ ബാധിക്കപ്പെടുകയും നമുക്ക് ഇമ്പോർട്ട്സ് അത്രയും ഇന്ത്യയിലോട്ട് വളരെയധികം കൂടുതൽ വരികയും അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് ആവാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ്, അത്രത്തോളം കടം നമുക്ക് പുറം രാജ്യങ്ങളായിട്ട് വരികയും ഇന്ത്യയുടെ കയ്യിലുള്ള ഗോൾഡ് റിസർവ് വരെ പണയം വെച്ച് ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട അത്രയും മോശമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടേണ്ടുന്ന ഒരു മോട്ടിവേഷനിൽ നിന്നാണ് നരസിംഹറാവുവും ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗും കൂടി 1991 ലിബറലൈസേഷൻ നയങ്ങൾ കൊണ്ടുവരികയും ആ 90 എന്ന് പറഞ്ഞ കാലഘട്ടം മുഴുവൻ, ആ ഒരു ഡെക്കേഡ് മുഴുവൻ നമ്മൾ ഒരു ഓപ്പണിംഗ് അപ്പ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് കൊണ്ടുവരിക, IT ബൂം, ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചത്. എന്നാൽ ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക എങ്ങനെയാണോ ചൈനയെ ഒരു ഹാർഡ്വെയർ മാനുഫാക്ചറിങ് രാജ്യമാക്കി ആ സമയത്ത് ഡെങ് ഷിയാപോങ്ങിൻ്റെ സമയത്ത് മാറ്റാനായിട്ട് ശ്രമിച്ചത്, ഇന്ത്യയെ 90കളിൽ അവർ വളരെയധികം വ്യക്തമായി പഠിച്ചിരുന്നു. അമേരിക്കയിലെ സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നവരും നയങ്ങൾ നിർണ്ണയിക്കുന്നവരുമൊക്കെ ഇന്ത്യ വളരെയധികം വ്യക്തമായി പഠിച്ചിരുന്നു. ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായത് ഇവിടെ വളരെ നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പോപ്പുലേഷനുണ്ട്, ഒരു മധ്യവർഗമുണ്ട്, ഒരുപാട് STEM, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, STEM എന്ന് നമ്മൾ പറയും. ഈ ഒരു സ്ട്രീം ഓഫ് വിദ്യാഭ്യാസം ഉള്ള IITകളും NITകളും അതുപോലെ ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിലൊക്കെ അഗ്രഗണ്യരായ ഒരുപാട് നല്ല വിദ്യാർത്ഥികളുണ്ട്, ഒരു ക്യാപിറ്റൽ ഉണ്ട് ഇവിടെ എന്ന് അമേരിക്ക മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഫോറിൻ ഫണ്ടുകളുടെ ഇൻഫ്ലോ ഇങ്ങോട്ട് നടക്കുകയും ചെയ്തു. അല്ലാതെ നമ്മളിത് വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ നരസിംഹറാവു മൻമോഹൻ സിംഗ് കൂടെ ഇന്ത്യയുടെ എക്കണോമി ഓപ്പൺ അപ്പ് ആക്കുകയും അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന ഒരു എന്താ പറയുക, ഒരു സ്വാഭാവികമായ പ്രക്രിയ അല്ല അത്. അതിന് പിന്നിൽ ഇങ്ങനെ ചേർന്ന് വന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ സമയത്ത് ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അമേരിക്ക ഇത് നോക്കിയപ്പോൾ ചൈനയെ ഒരു ഹാർഡ്വെയർ മാനുഫാക്ചറിങ് ആയും ഇന്ത്യയെ ഒരു ബാക്ക് ആൻഡ് സോഫ്റ്റ്വെയർ മാനുഫാക്ചറിങ് ഹബ്ബായി മാറ്റുക എന്നുള്ള വളരെ വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗത്തായിട്ടാണ് അവർ ഈ നീക്കങ്ങളൊക്കെ നടത്തിയത്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ചില ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91 സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ഒരു പവർ വാക്വം അവിടെ സൃഷ്ടിക്കപ്പെട്ടു, ഒരു ശക്തിയുടെ ഒരു അഭാവം സൃഷ്ടിക്കപ്പെട്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശക്തിയുടെ അഭാവം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ മറ്റു പല ശക്തികളും ആ ഒരു സ്പേസ് ഒക്കുപ്പൈ ചെയ്യാനായിട്ട് വളരാനായിട്ട് ശ്രമിക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് അമേരിക്ക ഇനിയിപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഭരിക്കുന്നു എന്നല്ല. അങ്ങനെ ഒരു എംപയറിനും ഒരു ആധുനിക കാലത്ത് ഭരിക്കാൻ പറ്റില്ല എന്നും ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു മാനുഫാക്ചറിങ് പവർ അല്ലെങ്കിൽ ഒരു സ്വന്തം ആസ്പിറേഷൻ ഉള്ള ഒരു രാജ്യം, അത് ചൈന ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അത് ഉയർന്നു വരാം എന്നുള്ള വളരെ കണക്കൂട്ടലിൽ സ്ട്രാറ്റജിക്കായിട്ട് അമേരിക്ക ചിന്തിച്ചപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ചാൻസ് ഉള്ള രണ്ട് രാജ്യങ്ങൾ അവരുടെ പോപ്പുലേഷൻ കൊണ്ട് മാത്രം, അവരുടെ ജനസംഖ്യയുടെ പവറും അവരുടെ മാർക്കറ്റിൻ്റെ പവറും അവരുൽപ്പാദിപ്പിക്കുന്ന നോളജ് സൊസൈറ്റി, വൈജ്ഞാനിക സമൂഹം, അവരുൽപ്പാദിപ്പിക്കുന്ന അറിവുള്ള യുവാക്കളുടെയും ലേബർ ക്യാപിറ്റലിൻ്റെയും പവർ വെച്ച് നോക്കുമ്പോൾ ചൈനയും ഇന്ത്യയുമാണ് അതിനുള്ള ഏറ്റവും വലിയ കാൻഡിഡേറ്റ്സ്. ഇതിൽ ഓൾറെഡി അവർ ചൈനയിൽ ലേബർ ക്യാപിറ്റൽ, അവർ ചീപ്പ് ലേബർ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വളരെ ചീപ്പായിട്ടുള്ള ഇൻ്റലക്ച്വൽ ക്യാപിറ്റലും അവരെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അഭ്യസ്തവിദ്യരായ ഒരു പറ്റം യുവാക്കളുടെ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം 90കളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിറ്റി ഇത്തരത്തിൽ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കുന്ന, നയങ്ങൾ രൂപീകരിക്കുന്ന കമ്മ്യൂണിറ്റി അവരൊരു സ്വാഭാവികമായിട്ട് ഒരു ആശങ്ക ഉണർത്തുകയുണ്ടായി. അതായത് ചൈനയും ഇന്ത്യയും എന്ന് പറഞ്ഞാൽ വളരെ പാരമ്പര്യമുള്ള സിവിലൈസേഷണൽ സ്റ്റേറ്റുകളാണ് രണ്ടും. ഒരുപാട് നാളത്തെ ചരിത്രം ഉൾക്കൊള്ളുന്ന, ഒരുപാട് നാളത്തെ സഹകരണം, ഒരുപാട് യാത്രികർ, ചൈനയിൽ നിന്നുള്ള യാത്രികർ, ബുദ്ധിസത്തിൻ്റെ ചൈനയിലോട്ടുള്ള വളർച്ച, ഇങ്ങനെയുള്ള തരത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ഷെയർഡ് ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും പവർ എന്താണെന്നും നമ്മൾ ഇതിലൂടെ കണ്ടതാണ്. ഒരു പക്ഷേ നാളെ ഇവർ രണ്ടുപേരും യോജിച്ച് പലതരത്തിലുള്ള ഒരു ഏഷ്യൻ പവർ ഹൗസായിട്ട് രണ്ടുപേരും മാറുകയാണെങ്കിൽ അത് അമേരിക്കയുടെ ഇൻട്രസ്റ്റുകളെ തകിടം മറിക്കില്ലേ? ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു ശല്യം ഒഴിഞ്ഞു പോയതേ ഉള്ളൂ, അപ്പോൾ ഉടനെ അടുത്തത് വരില്ലേ എന്നുള്ള തരത്തിൽ അമേരിക്കയ്ക്ക് ഒരു സ്ട്രാറ്റജിക് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ ആ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അവിടെ ഒബ്വിയസ്ലി ഒരു മറുഭാഗം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയും
ഇന്ത്യയും തമ്മിൽ ഒരുപാട് ബോർഡർ ഇഷ്യൂസ് ഉണ്ട്. 62 ഓൾറെഡി ഒരു യുദ്ധം നടന്നതാണ്. എന്തുകൊണ്ടാണ് യുദ്ധം നടന്നു, അത് എന്ത് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ 62 ഓൾറെഡി ഒരു യുദ്ധം നടന്നതാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ. ഇന്ത്യയും ചൈനയും തമ്മിൽ ഇനിയും പറഞ്ഞു തീർക്കാനുള്ള ഒരുപാട് ബോർഡർ ഇഷ്യൂസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വളരെ നീണ്ടൊരു ബോർഡർ ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർ യോജിച്ച് പോകാനും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാകാനും സാധ്യതയില്ല എന്നുള്ളതാണ് അവിടെ വന്ന കൗണ്ടറായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ്. ഈ കൗണ്ടറായിട്ടുള്ള ആർഗ്യുമെൻറ്റ് അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയാണ് എല്ലാ സാധ്യതകളും അവർ കാണും. ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഈ അടുത്ത ഒരു ഡിപ്ലോമാറ്റിക് ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയൊരു വജ്രായുധമായ H-1B വിസ എന്ന ആ ആയുധം അവർ കോൺസെപ്ച്വലൈസ് ചെയ്തത്, അവർ ഡെവലപ്പ് ചെയ്തത് 90s മധ്യത്തിൽ ഇമിഗ്രേഷൻ ആക്ട് എന്ന് പറഞ്ഞുള്ള പല ചർച്ചകൾ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ H-1B വിസ എന്ന് പറഞ്ഞൊരു പ്രത്യേക കാറ്റഗറി വിസ അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഇതിൻ്റെ മാർക്കറ്റിംഗ് ലെവലിൽ ഇത് പുറത്ത് കാണുന്ന രീതിയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഇതുപോലെ STEM സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇതുപോലെയുള്ള ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വളരെ വലിയ ലീപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള വൈജ്ഞാനിക ശ്രേണിയിലുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെയും അതുപോലെയുള്ള യുവാക്കളെയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന ശേഷം അമേരിക്കൻ ഡ്രീം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, ദ ഗ്രേറ്റ് അമേരിക്കൻ ഡ്രീം എന്ന് വെച്ചാൽ നിങ്ങൾ സ്വപ്നം കാണുന്ന എന്തും നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങൾ സ്വപ്നം കാണുന്ന എന്തും നിങ്ങൾക്ക് നേടാൻ കഴിയും. ഏത് രീതിയിലും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻ്റലക്ച്വലും ആർട്ടിസ്റ്റിക്കും എല്ലാ തരത്തിലും ഒരു ജീവിതത്തിൻ്റെ ഏതൊക്കെ ഫേസുകളുണ്ടോ അതിലെല്ലാത്തിലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാം എന്നുള്ള ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിലും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഓഫർ ഇല്ല അല്ലേ. അതാണ് അമേരിക്കൻ ഡ്രീം എന്ന രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്തത്. ഈ അമേരിക്കൻ ഡ്രീമിലോട്ടുള്ള താക്കോലായിട്ടാണ് അവർ ഈ ഒരുപാട് രാജ്യങ്ങളിലുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഈ യുവാക്കൾക്ക് മുമ്പിൽ ഈ H-1B വിസ എന്ന ടൂള് അവതരിപ്പിച്ചത്. ഈ H-1B വിസ എന്ന ടൂള് അവതരിപ്പിച്ചു കൊണ്ടുവന്നെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം വേണമല്ലോ. അതിനുവേണ്ടി അവർ ചെയ്തത് 90s ഉടനീളം ലിബറലൈസേഷൻ ഇന്ത്യയിൽ പോകുന്നതിൻ്റെ അതേ പാരലായിട്ടാണ് കേട്ടോ നടക്കുന്നത്. എങ്ങനെയാണ് H-1B എന്നത് ഒരു ജിയോ പൊളിറ്റിക്കൽ ടൂളായത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരു അറ്റ് ദ ഫേസ് അത് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് കഴിവുള്ള യുവാക്കൾക്കൊക്കെ ഒരു വളരെ നല്ല ഉയർന്ന നിലവാരത്തിലുള്ളൊരു ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ഒരു ടൂളായിട്ടിരിക്കുമ്പോഴും അതിൻ്റെ പുറകിലുള്ള ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ആ പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ സെൻട്രൽ പോയിന്റ് അതാണ്. ഓക്കെ, അപ്പോൾ 90കളിലുടനീളം ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള ഉന്നതമായ യൂണിവേഴ്സിറ്റികൾ, IIT ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് കോളേജസ് ആയിക്കോട്ടെ, IIMs ആയിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ ഉള്ള പ്രൊഫസർമാരെയും ഉയർന്ന അധ്യാപകരെയും അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് റിസർച്ച് സ്കോളേഴ്സിനെ ആണെങ്കിലും ഇവരെല്ലാം പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ട്രിപ്സ് സ്പോൺസർ ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോവുകയും അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള കൊളാബറേറ്റീവ് പ്രോഗ്രാംസിൽ പങ്കെടുപ്പിക്കുകയും അവിടെ എത്തരത്തിൽ ഉള്ളൊരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള യുവാക്കളെ കാത്തിരിക്കുന്നത് എന്ന് തരത്തിലുള്ള ഒരു വളരെ വൈഡായിട്ടുള്ളൊരു പ്രൊപ്പഗൻഡ ലെവലൊരു മാർക്കറ്റിംഗ്, അതായത് നമ്മളൊരു പ്രിഡേറ്ററി മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ ഇപ്പോൾ ബൈജൂസിൻ്റെ കാര്യത്തിലൊക്കെ കണ്ട പോലെ എങ്ങനെയാണ് കുട്ടികളുടെ മാതാപിതാക്കളെ വിടാതെ പിന്തുടർന്ന് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, അത് പറഞ്ഞ പോലെ ഒരു പ്രിഡേറ്ററി മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയ അധ്യാപക സമൂഹത്തിനുള്ളിൽ ആ അമേരിക്കയിലോട്ട് പോയാൽ ഒബ്വിയസ്ലി വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്ന ആ ജീവിത നിലവാരത്തിൽ ഉയർച്ചയും അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്ന അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള മെസ്സേജിങ് നടത്തുകയും ഇവിടെ തിരിച്ചു വന്ന ആ പ്രൊഫസർമാർ ഒരു വലിയ സമൂഹം, ഇതൊരു ചെറിയ സമയത്തിനുള്ളിൽ നടക്കുന്ന കാര്യമല്ല, ഒരു വലിയ സമൂഹം തന്നെ ഇവിടെ വന്നതിന് ശേഷം അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ ഒരു 2000-2010 ആ ഒരു ഡെക്കേഡ് മുഴുവൻ നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സക്സസിൻ്റെ അളവുകോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഡ്രീം എത്തിപ്പിടിക്കുക, ടോപ്പായിട്ടുള്ള IITയിൽ ജോലി ചെയ്യുക, IITയിൽ നിന്ന് ജോലി ചെയ്ത് ഇറങ്ങിയതിന് ശേഷം ആ അമേരിക്കൻ ഡ്രീം എത്തിപ്പിടിക്കാനായിട്ട് സഞ്ചരിക്കുക. എങ്ങനെയാണെങ്കിലും
നാസയിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്ന അല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇസ്രോ എന്ന് പറഞ്ഞൊരു സംഘടന വളരെ വലിയ രീതിയിലുള്ള ലീപ്സ് ആൻഡ് ബൗണ്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിലും നാസയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഒക്കെ നമ്മുടെ തലയിൽ കയറിയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ തലയിൽ കയറുന്നത് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ തലയിൽ അത് കയറുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അത് ഈ സോഫ്റ്റ് പവറാണ്, അത് ഈ പ്രോപ്പഗൻഡയാണ്. അതിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അമേരിക്കൻ ഡ്രീം അത് തരുന്നു എന്നുള്ളതാണ്. അത് തരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഉദ്ദേശം, പുറകിൽ ഉള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അല്ലെങ്കിൽ ചൈന ഇതുപോലെയുള്ള നോളജ് സൊസൈറ്റീസ്, ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്ന സൊസൈറ്റിയിൽ നിന്നും ഒരു ബ്രെയിൻ ഡ്രെയിൻ നടക്കണം. ഇവരുടെ ലേബർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ്റെ കീഴിൽ, ഇന്ത്യൻ നയങ്ങളുടെ കീഴിൽ രൂപീകരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് കിടക്കാൻ പാടില്ലാത്തൊരു ലേബർ ക്യാപിറ്റൽ ആയിരിക്കണം. ആ രീതിയിൽ നമ്മളത് അമേരിക്കയിലേക്ക് പറിച്ചു നടണം. അങ്ങനെ പറിച്ചു നടുമ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു തരത്തിലുള്ള സംരംഭവും ഇന്ത്യയിലോ അല്ലെങ്കിൽ ചൈനയിലോ വരാൻ പോകുന്നില്ല. എസ്പെഷ്യലി അത് ഇന്ത്യയാണ് ബാധിക്കുന്നത്. കാരണം ചൈനയിൽ ഓൾറെഡി എടുത്തു മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അമേരിക്ക നടത്തിയത്. അവിടെ ലേബർ ക്യാപിറ്റലാണ് നടത്തിയത്. അല്ലെങ്കിൽ ചൈന ഇത് ദീർഘവീക്ഷണത്തോടെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ആ ലേബർ ക്യാപിറ്റൽ മാത്രമേ അവരവിടെ സൂക്ഷിച്ചുള്ളൂ. അവരുടെ സിറ്റിസൺസ് ഒരിക്കലും അവരുടെ നിയമത്തിൻ്റെയോ അവരുടെ ജൂറിസ്ഡിക്ഷൻ്റെയോ പാത വിട്ട് പുറത്ത് പോയി അത് സ്വന്തം രാജ്യത്തിന് ഹാനികരമാവുന്ന രീതിയിലൊരു പോളിസി ഡെങ് ഷ്യോപോങ്ങും സ്വീകരിച്ചിട്ടില്ല, അതിനുശേഷം ആരും സ്വീകരിച്ചിട്ടില്ല. ഇത് അവരുടെ ദീർഘവീക്ഷണമായിരിക്കാം. പക്ഷേ ഇന്ത്യയിൽ സംഭവിച്ച ഇതാണ്. നോക്കൂ, ഒന്നില്ലെങ്കിൽ ഇന്ത്യയിലുള്ള IT ജോലി ചെയ്യുന്ന എല്ലാവരും അങ്ങോട്ട് പറിച്ചു നടപ്പെട്ടു. അപ്പോൾ ഒബ്വിയസ്ലി അവർ അവിടുത്തെ കമ്പനികളുടെയും അവിടുത്തെ നിയമങ്ങളുടെയും അവിടുത്തെ സാഹചര്യങ്ങളുടെയും അവിടുത്തെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസിൻ്റെയും കൊടുക്കീഴിലാവും. ഇവിടെ നമുക്ക് അത്ര ടോപ്പല്ലാത്ത ഒരു ടീം ഓഫ് ടാലൻസ്, അവരൊന്നും കുറച്ച് കാണുകയല്ല, സെക്കൻഡായിട്ടുള്ള ആൾക്കാർ പോലും ഇന്ത്യയിൽ ടോപ്പായിട്ടുള്ള ആൾക്കാരാണ്. ഈ ആൾക്കാരെ വെച്ച് നമ്മൾ ISROയിലും DRDOയിലും ഒക്കെ എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾ നോക്കൂ. H1B വിസ എന്ന് പറഞ്ഞത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരു സൈഡിൽ മൂർച്ചയുള്ള അതിൻ്റെ ഒരു അഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അമേരിക്കയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ കിട്ടുന്നു. 2, ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ചൈനയെ പോലെ സെൻട്രൽ ഏഷ്യയിലോ അല്ലെങ്കിൽ മധ്യ ഏഷ്യയിലോ അല്ലെങ്കിൽ തെക്കൻ ഏഷ്യയിലോ ഒരു പവർ ഹൗസ് വളർന്നു വരാതിരിക്കാനുള്ളൊരു ടൂളായും ഇത് ഉപയോഗിക്കാം. ഒരു സൂപ്പർ പവർ ആവുന്നതിൻ്റെ ഗുണഗണങ്ങളാണ് അമേരിക്കയെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നമ്മളീ പറയുന്ന പോലെ സ്കോളർഷിപ്പുകളൊക്കെ ഒരുപാട് ഒഴുകിയതാണ് 90കളുടെ അവസാനം. റോക്കർഫെല്ലർ ഫൗണ്ടേഷൻ, ബ്രൈറ്റ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഫോർഡ് ഫൗണ്ടേഷൻ, ഇതുപോലുള്ള ഒരുപാട് സൊസൈറ്റികൾ വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള രീതിയിൽ അമേരിക്കൻ സർക്കാരിൻ്റെയും അമേരിക്കൻ നയം രൂപീകരിക്കുന്ന അവരുടെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും ഒക്കെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഒരു 10-15 വർഷം നീണ്ടു നിന്ന് H1B കൊണ്ട് ഇന്ന് കാണുന്ന അമേരിക്കയെ വീണ്ടും ഉയർത്തിയ ഈ പ്രക്രിയയും ഇന്ത്യയിൽ നിന്ന് ഇത്രയും ബ്രെയിൻ ഡ്രെയിൻ നടക്കാനുണ്ടായ സാഹചര്യവും. ശരി, ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആശാൻ വരുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ അടുത്തൊരു അമ്പായിട്ട് എടുത്തിരിക്കുന്നത്, ടാരിഫൊക്കെ കഴിഞ്ഞു, അടുത്ത അമ്പായിട്ട് എടുത്തിരിക്കുന്നത് H1B വിസയിലുള്ള ഇതാണ്. ഈ അധിക തുക ചുമത്തലാണ്. ഇനി എന്തുകൊണ്ട് ഇത് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസിസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ആത്മനിർഭരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. വെറുതെ വായിൽ പറയുന്നതല്ലാതെ അത് നമ്മൾ വാർ ഫൂട്ടിങ്ങിൽ നടത്തേണ്ട ഒരു കാര്യമാണ്. അതിനുള്ളൊരു പുഷായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഞാൻ കുറേ നിമിത്തങ്ങളിലും കുറേ കോസ് ആൻഡ് എഫക്റ്റിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അൾട്ടിമേറ്റ്ലി വിശ്വസിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ഭരണകൂടത്തെ ആവട്ടെ ജനങ്ങളെ ആവട്ടെ ഒരു തരത്തിൽ ഫോഴ്സ് ചെയ്യാണ് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ. നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയ ഒരു നെഗറ്റീവ് ഇമോഷനുണ്ട്. അതായത് ഇൻഡിജനസ് ആയിട്ട് സ്വന്തമായിട്ട് നമുക്കൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കയ്യിലുള്ള എല്ലാ ചിപ്പും കാര്യങ്ങളൊക്കെ ചൈനീസാണ് അല്ലെങ്കിൽ തായ്വാനീസാണ്. സെമി കണ്ടക്ടർ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വർഷങ്ങളുടെ പ്രോഗ്രാമിംഗ് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ അടിഞ്ഞുകൂടിയ പ്രോഗ്രാമിംഗ് ഒരിക്കലും ഒരു ദിവസം കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ഇനി നമുക്കൊരു മാനുഫാക്ചറിങ് ഹബ്ബാവാം, ഇനി നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ ഇത്രത്തോളം സക്സസ്ഫുൾ ആക്കാം എന്നൊന്നും വിചാരിച്ചിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു.
നമ്മൾ ചെറിയ റോഡിൽ വരെ കാണുന്ന എന്താണ് നമ്മൾ ഇന്ത്യക്കാരുടെ അവസ്ഥ? ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുഴി നമ്മൾ മൂടുള്ളൂ. അത് നമ്മുടെ സൈക്കോളജിയിൽ എന്തുകൊണ്ടോ എന്തോ ഒരു നിർഭാഗ്യം കൊണ്ട് അടിഞ്ഞുകൂടിപ്പോയ ഒരു വസ്തുതയാണ്. അതിന് നമ്മൾ രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറയുന്ന കാര്യമില്ല. നമ്മുടെ ജനങ്ങളുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഈ ഒരു സ്വഭാവത്തിൻ്റെ ബഹിസ്ഫുരണങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഉള്ളിലുമുണ്ട്. ഞാനിപ്പോൾ ഈ റോഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ജനങ്ങളെയും ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൽ ഇത്തരത്തിലുള്ളൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തെയും കുത്തി എണീപ്പിക്കാൻ പറ്റിയ ഒരു ദൈവത്തിൻ്റെ ദൂതനായി വന്ന സാത്താനാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയെ കൂടുതൽ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. യു ഡോണ്ട് ഹാവ് അനദർ ചോയ്സ്. യു മസ്റ്റ് ഡെവലപ്പ്, യു മസ്റ്റ് ബിൽഡ്, യു ഹാവ് ടു ഡെവലപ്പ് ഓൺ യുവർ ഓൺ എന്നുള്ള രീതിയിലോട്ട് ഇന്ത്യ തള്ളിവിടുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന യൂട്യൂബ് പോലും അമേരിക്കനാണ്. നമ്മളുള്ള എല്ലാം അമേരിക്കനാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൈക്കിൻ്റെയും ഫോണിൻ്റെ എല്ലാം ചിപ്പ് ചൈനീസാണ്, തായ്വാനീസാണ്, എല്ലാമാണ്. നമ്മൾ സെമി കണ്ടക്ടറിൽ നിർമ്മാണം ഓൾറെഡി തുടങ്ങി. അപ്പോൾ സെമി കണ്ടക്ടർ നിർമ്മാണം തുടങ്ങിയപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ചില കമൻറ്റുകൾ കാണണം. ലോകം ഓൾറെഡി 4 നാനോമീറ്റർ സെമി കണ്ടക്ടർ ചിപ്പ് ഉണ്ടാക്കി, നമ്മളിപ്പോൾ 24 നാനോമീറ്റർ വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളത്. അതായത് ഇന്നേ വരെ സ്കൂളിൽ പോകാത്ത ഒരുത്തൻ, ഒരു 10-30 വയസ്സായി, അവൻ ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. ശരി, അവൻ LKG പോയി ചേരുന്നു എന്ന് പറയുമ്പോൾ 40 വയസ്സായി നീ LKG പോയി ചേരാണെന്ന് ചോദിച്ച് കളിയാക്കുകയല്ല വേണ്ടത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പോഴെങ്കിലും തുടങ്ങി. ഇനി അഹോരാത്രം ഉറങ്ങാതെ പരിശ്രമിക്കാം. പരിശ്രമത്തിന് വിഘാതം സൃഷ്ടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവും, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടാവും, ഇവിടുത്തെ അഴിമതിക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിയും ഇനാക്ഷനും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾ വന്ന് ചുറ്റി നമ്മളെ തകർത്ത് കളയുന്നുള്ള അവസ്ഥയാണ്. നമുക്ക് ന്യൂക്ലിയർ ബോംബോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കയോടും അവരോടും ഒക്കെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇതുപോലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പത്തിലും നമ്മൾ ഈ വീട്ടിലിരുന്ന് വളരെ സുഖത്തോടെ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ്, നമ്മൾ ഡെവലപ്പ് ചെയ്ത മിനിമം ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആത്മനിർഭരത എന്ന് പറഞ്ഞ സാധനം വായിലിട്ട് പറയുന്നതല്ലാതെ അത് ഓരോ മൊമെൻറ്റിലും ഇനിയുള്ള സമയം തൊട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാലേ നടക്കുകയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ലൊരു നിമിത്തമാണ് ദൈവം, കാലം, പ്രപഞ്ചം എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല നിമിത്തമാണ് ഡൊണാൾഡ് ട്രംപിലൂടെ നമ്മൾ കാണുന്നത്. നമ്മളുടേതായ വസ്തുക്കൾ ഉണ്ടാക്കണം, നമ്മളുടേതായ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അവരർഹിക്കുന്ന രീതിയിലുള്ള ജീവിതവും ആ ക്വാളിറ്റി ഓഫ് ലൈഫും കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമ്മൾ മാർക്കറ്റുകൾ കണ്ടുപിടിക്കണം. ആ മാർക്കറ്റുകളിൽ നിന്നും വരുന്ന വരുമാനം കൊണ്ട് നമ്മൾ വീണ്ടും ഈ ടാലൻറ്റിനെ ഇവിടെ നിലനിർത്തണം. അതിനുള്ളൊരു വേക്കപ്പ് കോളാണ് ഈ H1B വിസ. ഈ H1B വിസ കാരണം എനിക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് റെമിറ്റൻസസ് അയക്കുന്നതും നമ്മുടെ നാടിനെ ഒരുപാട് സഹായിക്കുന്നതും എൻ്റെ സുഹൃത്തുക്കളടക്കം ഒരുപാട് പേര് അമേരിക്കയിലുണ്ട്. അവർക്കുമൊക്കെ ഒരുപാട് പ്രശ്നവും ഇനി ഇവിടുന്ന് പഠിച്ചിറങ്ങി അവിടെ പോകാനായിട്ട് പ്രതീക്ഷയോടിരുന്ന ഒരുപാട് പേർക്കും ഒരു ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. പക്ഷേ ഒരു ലാർജർ പിക്ചർ ഓഫ് ദ തിങ്സ് നിങ്ങൾ കാണണം. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒക്കെ നമ്മൾ ഒരു നാഴികക്കല്ലായിട്ട് ഒരു ഫൗണ്ടേഷൻ ഇവിടെ ഇട്ട് കൊടുക്കേണ്ട സമയമാണിത്. അതിനുള്ള ഒരു കുത്താണ് നമുക്ക് ഡൊണാൾഡ് ട്രംപ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് H1B എന്ന അമേരിക്ക ഡിസൈൻ ചെയ്ത ഈ വജ്രായുധം ഇപ്പം നമുക്കുള്ളൊരു വജ്രായുധമായിട്ട് മാറുകയാണ്, ഒരു നിമിത്തമായിട്ട്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. വി നീഡ് ടു ബിൽഡ്, വി നീഡ് ടു ബി സ്ട്രോങ്. ജയ് ഹിന്ദ്.